ഇവിടെ ഒരു കുട്ടിപ്പയ്യന്റെ 8ാമത്തെ ബർത്ത്ഡേടെന്ന് അവന്റെ സയന്റിസ്റ്റായ അച്ഛൻ ഒരു റിസ്റ്റ് വാച്ച് ഗിഫ്റ്റ് കൊടുക്കുന്നു. ഉടനെ അവനത് കയ്യിൽ കെട്ടിയത് ഭയങ്കരമായിട്ട് വേദനിച്ച് ബ്ലഡ് വരാൻ തുടങ്ങി. അവൻ എത്ര ഊരാൻ നോക്കിയിട്ടും പറ്റിയതേയില്ല. അപ്പൊ അച്ഛൻ പറഞ്ഞു, എനിക്ക് വേറെ വഴിയില്ല, പക്ഷെ ഇത് നിനക്ക് ഫ്യൂച്ചറിൽ ഹെൽപ്പ് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോവാണ്. അങ്ങനെ വർഷങ്ങൾ കഴിഞ്ഞ് ഇപ്പൊ 2067 ആയിരിക്കുകയാണ്. ഇപ്പൊ ആ പയ്യൻ വളർന്ന ഒരു കമ്പനിയിൽ ജോലി ചെയ്യുന്നു. ആ കമ്പനി ആണെങ്കിൽ എല്ലാ മനുഷ്യർക്കും വേണ്ടി ഓക്സിജൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന ജോലിയാണ് ചെയ്യുന്നത്. എന്താന്ന് വെച്ചാൽ ഫ്യൂച്ചറിൽ ഓക്സിജൻ കിട്ടാതെ എല്ലാ മനുഷ്യരും മരിക്കാൻ തുടങ്ങി. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ആ കമ്പനിയിലുള്ള ടൈം ട്രാവൽ മെഷീനിൽ 400 വർഷം ഫ്യൂച്ചറിൽ നിന്ന് ഈതൻ എന്ന പയ്യനെ ഫ്യൂച്ചറിൽ അയക്കണം എന്ന് പറഞ്ഞ മെസ്സേജ് വരികയാണ്. അപ്പൊ ഈ മെസ്സേജ് കണ്ട കമ്പനി ഓണർ 400 വർഷം കഴിഞ്ഞ് മനുഷ്യര് ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ഓക്സിജൻ കിട്ടാത്ത പ്രോബ്ലത്തിന് ഓൾറെഡി അവർ സൊല്യൂഷൻ കണ്ടുപിടിച്ചിട്ടുണ്ടായിരിക്കണം. അതുകൊണ്ട് നീ ഫ്യൂച്ചറിലേക്ക് പോയി ആ സൊല്യൂഷൻ കണ്ടുപിടിച്ചുകൊണ്ട് വന്നാല് ഇപ്പോൾ ജീവിക്കുന്ന മനുഷ്യരെ എല്ലാം രക്ഷിക്കാന്ന് പറയുന്നു. ഇത് കേട്ട് ഈതൻ ടൈം ട്രാവൽ ചെയ്ത് 400 വർഷം ഫ്യൂച്ചറിലേക്ക് ചെല്ലുകയാണ്. അവിടെയാണെങ്കിൽ ഒരുപാട് മരങ്ങളും ചെടികളും നിറഞ്ഞ് ഗ്രീൻ കളർ ഇരിക്കുന്നു. കൂടാതെ ഓക്സിജൻ മാസ്ക് പോലും ഇല്ലാതെ അവന് നല്ല പോലെ ശ്വസിക്കാൻ പറ്റുന്നു. അതുകൂടാതെ അവന്റെ കയ്യിൽ റിസ്റ്റ് വാച്ച് കാരണം ഫ്യൂച്ചറിലെ ടൈം മെഷീൻ ഇരിക്കുന്ന സ്ഥലത്തേക്ക് അവന് എത്താൻ പറ്റുകയാണ്. അപ്പൊ അവിടെ സെർച്ച് ചെയ്യുന്ന സമയത്ത് അവനൊരു അസ്ഥികൂടം കാണുന്നു. ആ അസ്ഥികൂടത്തിന്റെ ദേഹത്തിട്ടിരിക്കുന്ന ഉടുപ്പിൽ നോക്കിയാല് അവന്റെ പേര് കാണുകയാണ്. കൂടാതെ അവന്റെ കയ്യിലുള്ള റിസ്റ്റ് വാച്ച് പോലത്തെ ഒരു വാച്ചും അതിന്റെ കയ്യിലുണ്ട്. അവന്റെ കയ്യിലിരിക്കുന്ന ഫോൺ പോലത്തെ ഒരു ഫോണും അതിന്റെ കയ്യിലുണ്ട്. ഉടനെ അവൻ ഫോൺ എടുത്ത് അതിനകത്തുള്ള വീഡിയോ പ്ലേ ചെയ്ത് നോക്കുകയാണ്. നോക്കുമ്പോ ആരോ അവനെ ഷൂട്ട് ചെയ്ത് കൊന്നിരിക്കുന്നു. അത് വേറെ ആരുമല്ല, പാസ്റ്റിൽ നിന്ന് വന്ന അവന്റെ ഫ്രണ്ട് തന്നെയാണ്. അപ്പൊ ഇനി ഫ്യൂച്ചറിൽ നടക്കാൻ പോകുന്ന അവന്റെ മരണം തടയണമെന്ന് അവൻ വിചാരിക്കുന്നു. അതുകൊണ്ട് അവൻ ഫ്രണ്ടുമായിട്ട് സമാധാനപരമായിട്ട് പോവുകയാണ്. ശേഷം ടൈം മെഷീൻ വഴി ഫ്യൂച്ചറിൽ നിന്ന് ചെടിയും മരങ്ങളും എല്ലാം 2067 അയക്കുന്നു. അപ്പൊ അവിടെയുള്ള മനുഷ്യര് വീണ്ടും മരങ്ങളൊക്കെ വെച്ച് പിടിപ്പിച്ച് ഓക്സിജൻ വീണ്ടും ഭൂമിയിലേക്ക് കൊണ്ടുവന്ന് മരണം സ്റ്റോപ്പ് ചെയ്യാണ്. എന്നിട്ട് പകുതി പ്രകൃതിയും പകുതി അഡ്വാൻസ്ഡ് സിറ്റിയുമായിട്ട് ലോകത്തെ ഡിസൈൻ ചെയ്ത് വീണ്ടും ജീവിക്കാൻ തുടങ്ങി.